കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ. അല്ല നിങ്ങൾ ഇരിക്കി. എന്തിനാ നിങ്ങളെ ഇരുന്നാല്? അല്ല നിങ്ങൾ ഇരിക്കി. ഇതെന്താ സംസാരിക്കാം? എനിക്കിരിക്കാല്ല. നിങ്ങൾ ഇരുന്നിട്ട് സംസാരിക്കാം. എന്താപ്പോ ഈ വീട്ടിൽ നിങ്ങൾ ഇരിക്കുന്നതിന് എന്താ പ്രശ്നം? അല്ല ഇവര് 10 മിനിറ്റ് നമുക്ക് വേണ്ടിയാണ് ഇരുന്ന് തരാൻ പറ്റൂല. നിങ്ങളെന്നെ എത്ര വാശി കഴിക്കുന്നത്? ഇരിക്കാൻ പറഞ്ഞാൽ ഇത്ര വാശി കഴിക്കുന്നത്? എന്താ നിങ്ങളെ നിലപാട്? ഒരു നിലപാടും ഇല്ലാന്നിട്ടാണോ കഴിഞ്ഞ ദിവസം ഫോൺ വിളിച്ച് ഞാൻ ഇന്നോട് തോന്നിയാസം തൊണ്ടുറങ്ങിയാണ് തോന്നിയാസം പറഞ്ഞോനെ ഈ നിമിഷം വരെ ഇവിടെ വരാത്തതിന്റെ കാരണം നിങ്ങൾക്ക് ഒരു നിലപാടില്ലായിട്ടാണ്. രവി എന്ന് പറഞ്ഞിട്ട് രവി നിങ്ങളറിയില്ല? ഇവൻ കഴിഞ്ഞ ദിവസം എന്നോട് ഫോൺ വിളിച്ചപ്പോ എന്നോട് തോന്നിയാസം പറഞ്ഞു. എന്തുകൊണ്ടാവും വരാത്തത്? എനിക്കറിയില്ല. നിങ്ങൾക്ക് ഒരു ബന്ധമല്ലോ ആയിട്ട്? നിങ്ങൾ പിന്നെ അവനെ വിളിച്ചിട്ടില്ല? നിങ്ങൾക്ക് ഓനെ നമ്പർ അറിയാം. നിങ്ങൾക്ക് ഓനെ നമ്പർ അറിയില്ല നിങ്ങൾ പറഞ്ഞു. കാണാതെ അറിയില്ല പക്ഷെ കണ്ടിട്ടറിയാലോ. അങ്ങനെ നിങ്ങളെ കയ്യിൽ നമ്പർ കൊണ്ട് ഇല്ലാതെ അല്ല തെളിവിന്റെ കയ്യിലുണ്ട്. ഫോണിൽ ദിവസവും പോകുന്ന എല്ലാ ഒരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്ന എല്ലാ നമ്പറുകളും ഞാൻ എടുത്തു വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. കള്ളത്തരം പറയുന്നത് എല്ലാം ഞാൻ എടുത്തു വെച്ചിട്ടാണ് പറയുന്നത്. നിങ്ങൾ അവനെ വിളിച്ചിട്ടുണ്ടെന്നുള്ളത് വിളിക്കുന്നുണ്ടെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. നിങ്ങൾ അവനെ വെച്ചിട്ട് ബാക്കിയുള്ളവരുടെ ജീവിതം എന്താക്കാൻ നിങ്ങൾ തീരുമാനിച്ചതെന്ന് പറഞ്ഞത്? നിങ്ങൾ ഈ ഒന്നും ചെയ്യാനില്ലാന്ന് നിങ്ങൾ പറയുന്നുണ്ടല്ലോ. ഈ മുഖത്തേക്ക് നോക്കാതെ നിങ്ങൾ പറയുന്നുണ്ടല്ലോ. മുഖത്ത് നോക്കിയിട്ടാണ് നിങ്ങൾ പറയുന്നുണ്ടല്ലോ. നിങ്ങൾ പറയുന്നത് നിങ്ങൾ നാവെടുത്ത കളത്തരല്ലാതെ ഇക്കാലത്തിൽ നിങ്ങൾ ഇവിടെ ഒന്നും പറഞ്ഞിട്ടില്ല. ഇപ്പൊ നിങ്ങൾ രവിനെ വിളിച്ചിട്ടാന്ന് പറഞ്ഞു. തെളിവ് ഞാൻ കാണിച്ചതാണ്. രവിനെ വിളിച്ചതല്ലേ? അപ്പൊ നിങ്ങൾ എന്താ പറയാ? നിങ്ങൾ മിണ്ടാതെ അവിടെ നിൽക്കും. നിങ്ങളോട് ഇക്കാലത്ര എങ്ങനെയുള്ളൂ? നിങ്ങൾ ചെയ്ത് കൂട്ടിയതിനെ എല്ലാത്തിനും നിങ്ങൾ നിഷേധിച്ചിട്ട് അതിന്റെ തെളിവ് സഹിതം ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ അതിനെ അപ്പം നിങ്ങൾ മിണ്ടാതെ നിൽക്കുക മാത്രമേ ചെയ്തു. അപ്പം നിങ്ങൾ നിഷേധിച്ചിട്ടില്ല. തെളിവ് സഹിതം ചോദിക്കുമ്പോൾ നിങ്ങൾ മിണ്ടാതെ അവിടെ നിൽക്കും. ഇപ്പോഴും നിങ്ങൾ പറയുന്നതല്ല, കള്ളത്തരം മാത്രമേ നിങ്ങൾ പറയുന്നുള്ളൂ. തെളിവ് സഹിതം കാണിച്ചു തരുമ്പോൾ മാത്രമേ നിങ്ങൾ അംഗീകരിക്കുള്ളൂ. പക്ഷെ നിങ്ങൾ ചെയ്ത് കൂട്ടുന്ന മന്ത്രവാദത്തിന് എനിക്ക് തെളിവ് കാണിച്ചു തരാനില്ല. അല്ലാച്ച മന്ത്രവാദത്തിന് തെളിവുണ്ടാവില്ല. അല്ല അതവിടെ നിർത്തട്ടെ. നിങ്ങൾ മന്ത്രവാദം ചെയ്യുന്നു, നിങ്ങളെ ഇന്നെ ഇല്ലാതാക്കുന്നുള്ളൂ. അതിന്റെ വീഡിയോ കോൾ അല്ല ഓഡിയോ കോളിന്റെ റെക്കോർഡിന്റെ കയ്യിലുണ്ട്. കോൾ റെക്കോർഡ് അടക്കം എന്റെ കയ്യിലുണ്ട്. നിങ്ങൾ നാട്ടിൽ കൂടെ മുഴുവൻ പറഞ്ഞു നടക്കുന്ന സകല കഥകളും റെക്കോർഡ് അടക്കം എന്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഒന്നും ചെയ്യുന്നില്ലാന്നും അല്ലെ പറയുന്നില്ലാന്നും നിങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ നിങ്ങൾ ഈ അമ്മക്കെതിരായി നിങ്ങൾ നിയമപരമായിട്ട് എങ്ങനെ മുന്നോട്ട് പോകുന്നോ അല്ലെ നിങ്ങൾ എന്ത് മുന്നോട്ട് പോകാതെ ചെന്നോ അതൊന്നുമല്ല. എനിക്ക് എന്റെ കയ്യിൽ എല്ലാ എവിഡൻസുകളും ഉണ്ട്. ഞങ്ങൾ വെറുതെ ഒന്നും നിങ്ങളോടൊന്നും ഇക്കാലത്തിൽ പറഞ്ഞിട്ടില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞത് എനിക്ക് ഞാൻ 5ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് നിങ്ങൾ അച്ഛനെ ഒഴിവാക്കി. അന്ന് അച്ഛന്റെ പ്രശ്നം കൊണ്ടാണ് മാത്രം വിചാരിച്ചിരുന്നു. പക്ഷെ ഇന്നിപ്പോ ചിന്തിച്ചു നോക്കുമ്പോ അച്ഛൻ വന്ന് കച്ചറുണ്ടാക്കിയത് വൈദ്യരെ അടുത്ത് നിങ്ങൾ പീഡിയ പോകുന്നതിനോടാണ് മാത്രമായിരുന്നു. വൈദ്യരെ അടുത്ത് നിങ്ങൾ പീഡിയ പോകുന്നതിനോടാണ് എന്റെ അച്ഛൻ ഫോനെ വിളിക്കേണ്ട ആവശ്യമില്ല. എനിക്ക് അറിയേണ്ട കഥയാണ്. കാരണം ഇതേ വൈദ്യരുടെ മകളുടെ കല്യാണത്തിനോ മകന്റെ കല്യാണത്തിനോ എല്ലാരും കൂടി പോയി നിന്ന് അതിന്റെ അടുത്തൊരു ഫോട്ടോ ഫ്രെയിം ചെയ്ത് ഞാൻ മാമന്റെ അവിടെ കെട്ടി തൂക്കിയിട്ടായിരുന്നു. ഞാൻ കണ്ടിട്ടുണ്ട് ആ ഫോട്ടോ. നിന്റെ അച്ഛൻ വന്ന് കച്ചറുണ്ടാക്കിയാണ്ടി ഈ ഭാസ്കരൻ വൈദ്യരുടെ പേരും പറഞ്ഞിട്ടാണ് ആ ഫോട്ടോ കീറിയാണ്ടി നിങ്ങളെ അയാളെയും കൂടി ഒരുമിച്ചങ്ങ് നിർത്തിയാണ് എന്റെ അച്ഛൻ നിങ്ങളോട് കച്ചറുണ്ടാക്കിയത്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ടതൊക്കെ. ഞാൻ ഓർമ്മയില്ലാത്ത കുട്ടിയൊന്നല്ല. ഈ ഭാസ്കരൻ വൈദ്യ എന്ന് പറഞ്ഞ ഒറ്റ വ്യക്തിയുടെ പേരിലാണ് എന്റെ അച്ഛൻ ഈ നിങ്ങളോട് കച്ചറുണ്ടാക്കിയതും നിങ്ങൾ അതിന്റെ കാര്യത്തിൽ നിങ്ങൾ നിങ്ങൾക്ക് തോന്നിയമായിട്ട് ജീവിക്കാൻ വേണ്ടിയാണ്ടി നിങ്ങൾ അച്ഛനെ ഡിവോഴ്സ് ചെയ്തത്. നിങ്ങൾ എന്നോ ഒഴിവാക്കണമെങ്കിൽ അതിന് ഞങ്ങളെ ജീവിതം മര്യാദാക്കേണ്ട ആവശ്യമില്ലായിരുന്നു. നിങ്ങൾ ഒഴിവാക്കണമെന്ന് വിചാരിച്ചാൽ നിങ്ങൾ മാന്യമായിട്ട് ജീവിക്കേണ്ടി വരും. എന്നാൽ നിങ്ങൾ ഒഴിവാക്കിയാൽ ഒരു മാന്യത ഉണ്ടായിരുന്നു. നിങ്ങൾ വേറെ തന്നെ കൂടെ ജീവിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ തന്തയെ ഒഴിവാക്കേണ്ടിയിരുന്നത്. എന്റെ അച്ഛനെ നിങ്ങൾ ഒഴിവാക്കേണ്ടി ഓന്റെ കയ്യിൽ ഒഴിവാക്കി നിങ്ങൾ ഇപ്പൊ നല്ല രീതിയിൽ ജീവിക്കേണ്ടിയിരുന്നു. അത് ചെയ്തില്ല. നിങ്ങൾ അഴിഞ്ഞാടി ജീവിച്ച് ഒരുത്തനാകുമ്പോ ഒരുത്തനെ കെട്ടിയാണ് നിങ്ങൾക്ക് ഒരുത്തന്റെ കീഴിൽ ജീവിക്കാൻ കയ്യിലേക്ക്. ഞാൻ 5ാം ക്ലാസ് പഠിക്കുമ്പോൾ ഓനെ ഒഴിവാക്കി. 7ാം ക്ലാസ് പഠിക്കുമ്പോൾ അതേ സ്ഥാനത്ത് ഈ പോരേല് സേതുമാധവൻ എന്ന് പറഞ്ഞ ഒരുത്തനെ കയറ്റി. മാമനാണെന്നും പറഞ്ഞാണ് കൊണ്ടുപോകുന്നത്. എനിക്ക് മാത്രമല്ല എന്റെ അതേ
3 വയസ്സിന് ഇടയിലായി ഇവര് വരെ ഓർമ്മയുണ്ട്. നിങ്ങൾ ചെയ്തതാണ്. എന്തുകൊണ്ട് നിങ്ങൾ കല്യാണം കഴിച്ചില്ല? കല്യാണം കഴിച്ചില്ലെങ്കിൽ നിങ്ങൾ ആ ഒരുത്തന്റെ അടിയിൽ മാത്രം നിങ്ങൾ ജീവിക്കേണ്ടി വരികയും. അതുകൊണ്ട് നിങ്ങൾ ഇന്ത്യ തന്നതിനെ ഒഴിവാക്കി നിങ്ങൾ ഒരാളെയും കല്യാണം കഴിച്ചില്ല. ഇപ്പൊ രവി എന്ന് പറഞ്ഞിട്ട് വേറെ അടുത്തനായിട്ട് വന്നു. അത് എന്ത് വന്നാണെന്ന് ഞാൻ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല. പക്ഷെ എന്താണെങ്കിൽ പോലും ഓന് സ്വന്തം മക്കളെ ചീത്ത വായിപ്പിക്കാനും സ്വന്തം മക്കളെ നശിപ്പിക്കാനും നിങ്ങൾ ഓന് കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ട് മന്ത്രവാദത്തിലൂടെ. അത് നിങ്ങളെ ചെയ്യിപ്പിക്കുന്നുണ്ട്. എനിക്ക് പ്രായം ബോധം വെച്ച അന്ന് മുതൽ, ഞാൻ 7ാം ക്ലാസ് പഠിക്കുന്ന അന്ന് ഈ സേതുമാധവൻ വന്ന അന്ന് മുതൽ ഞാൻ തുടങ്ങിയിട്ടുണ്ട് കച്ചവട ഈ പുഴയിൽ. അതിനുശേഷം വലുതായി കഴിഞ്ഞതിന് ശേഷം എന്തിനാണ് പറയുന്നത്, കുറച്ചുകൂടി പക്വതായി കഴിഞ്ഞതിന് ശേഷം പീഡിയനെ സേതുമാധവനെ കണ്ട് അന്ന് ഞാൻ പീഡിയനെ ഇറങ്ങിപ്പോയി. ഞാൻ അഗസ്ത്യമൊഴി എലന്തേപ്പ് കടന്നുറങ്ങി. ഉള്ളതാ എന്നൊക്കെ അറിയുന്ന. അത് നിങ്ങളെന്നെ വിളിച്ച് ഫോൺ വിളിച്ച് കയ്യും കാലം പിടിച്ച് തിരിച്ചു വരാൻ വേണ്ടി പറഞ്ഞു. ആൾക്കാരാണെന്ന് പറഞ്ഞാട്ട് അങ്ങാടി കിടക്കരുതെന്ന് പറഞ്ഞിട്ട് ഞാൻ അഗസ്ത്യമൊഴി എലന്തേപ്പ് നാരായണന്റെ വീടിന്റെ അടുത്തുള്ള എലന്തേപ്പ് ഞാൻ കടന്നു. ഇതൊന്നും ഇല്ലാത്തതല്ല. ഇല്ലാത്തതാണ് ഇപ്പൊ നിങ്ങൾ വിഷയിക്കണം. ഇതൊക്കെ നടന്ന കാര്യം. നിങ്ങളെ മുഖത്ത് നോക്കിയിട്ടാണ് ഞാനത് പറയുന്നത്. ഇതൊക്കെ സതി ചെയ്ത കാര്യങ്ങളാണ്. അന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അന്ന് ഞാൻ കച്ചറ 24 മണിക്കൂർ ഞാൻ കച്ചറ ഉണ്ടാക്കുന്നത്. കാരണം കച്ചറ ഉണ്ടാക്കാൻ മാത്രം പ്രായമുള്ളിരിക്കാണ്. 7ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും പഠിക്കുന്ന പ്രായം. ഇപ്രായത്തിൽ പൊരേ കച്ചറ ഉണ്ടാക്കാനേ പഠിക്കാനുള്ളൂ. അല്ലാതെ നാട് വിട്ടു പോകാനോ അല്ലെ സതിയുടെ തോന്നിയാസം കളിച്ചു കൂട്ടുന്ന സമയത്ത് വേറെ എവിടെയെങ്കിലും പോയി ഒറ്റയ്ക്ക് ജീവിക്കാനോ അല്ലെങ്കിൽ എവിടെയെങ്കിലും നാട് വിട്ടു പോയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാനുള്ള പക്വതയില്ല. അന്നെനിക്ക് അതിനൊന്നും പക്വതല്ല. 7ാം ക്ലാസ് എന്ന് പറയുമ്പോൾ എന്റെ 14 എത്രാമത്തെ വയസ്സ് ഇപ്പോഴും പറയില്ല, 9ാമത്തെ വയസ്സ്. ഈ 9ാമത്തെ വയസ്സിൽ ഞാൻ നാട് വിട്ടു പോകാനും അതേപോലെ തന്നെ എന്റെ 3 വയസ്സിന് ഇടയിലായിട്ടുള്ള ഉണ്ണിക്കുട്ടൻ ഇവിടെ നാട് വിട്ടു പോകാനോ ചെയ്യേണ്ടിയത് നിങ്ങളെ തോന്നിയത്തിന് വേണ്ടിയായിട്ട്. നിങ്ങൾ എന്നിട്ട് അതിന്റെ ഭവിഷ്യത്തിനായിട്ട് എല്ലായിടത്തിലും കൂടെ തെണ്ടി നടക്കാൻ വേണ്ടി മുത്തപ്പങ്കാവിലും മറ്റോടത്തിലും മറിച്ചോടത്തിലും ഭാസ്കര മൈതയുടെ കൂടെ തെണ്ടാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ളതിനും കൂടി ബലിയാടാക്കി. മക്കളാന്ന് പറഞ്ഞാൽ മുന്നിൽ നിർത്തി കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ലല്ലോ. എവിടെ അവീതം പിടിക്കില്ലല്ലോ. അല്ലെങ്കിൽ എവിടെയാണെങ്കിൽ അവീതം പിടിക്കില്ല. ഇത് മക്കളെ കൂടെ കൊണ്ടു നടക്കുമ്പോ അവീതമല്ലല്ലോ, കുടുംബാന്നല്ലേ ചിന്തിക്കുള്ളൂ. എവിടെ പോകുന്നു അവിടെ മുഴുവൻ സകല ആണുങ്ങളെയായിട്ട് ബന്ധമാക്കി. അവിടെ എത്തി പോയാണ്ട് അവിടെ ഒരുത്തനായിട്ട് മുത്തപ്പങ്കാവുള്ള ഒരുത്തനായിട്ട് ഓരോ പേരെന്തെങ്കിലും നീ എനിക്ക് ഓർമ്മണ്ടോ? എന്തോ ആയിക്കോട്ടെ. പറയൂല. കുറെ ആൾക്കാരല്ല ഒരുത്തന്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഒരുത്തന്റെ കാര്യം വിളിന്റെ ഈ പറച്ചിലുണ്ടെങ്കിൽ ഒരുത്തന്റെ കാര്യം വല്ല കാര്യം പറഞ്ഞിട്ടുള്ളൂ. ഇതൊക്കെ കഴിഞ്ഞ് അവസാനം ഞങ്ങൾ ഞങ്ങളുടേതായ ഒരു ജീവിതത്തിലേക്ക് എത്തുമ്പോഴും നിങ്ങളെ കളിക്ക് ഒരു കുറവ് എത്തിയിട്ടില്ല ഇക്കാലത്ത്. അങ്ങനെ പിന്നെ ബസ്സിലെ ഡ്രൈവർ മറ്റേ എന്തിനാണ്ട് പേര് കുന്നാട്ടല്ലേ ഒരു നാലുകളുടെ പേരും കിട്ടുന്നില്ലല്ലോ കുറച്ചോനെ. ഇവനായി സൗഭാഗ്യം പണ്ട് ഡ്രൈവറായി പോയാണ്. KSRTC ഇവിടെ ഓനെ അന്ന് മറ്റേ ടൈൽസിന്റെ കാര്യത്തിന് വേണ്ടിയല്ലോ സതീശൻ. ഇതൊക്കെ നമുക്ക് അറിയുന്നത് സതിയായിട്ട് കോണ്ടാക്ട് വിളിയും തെളിയുള്ള ആൾക്കാരാണ് ഞാൻ പറയുന്നത്. ഇതിന് അറിയാത്തത് ഉണ്ടെന്നുള്ള എനിക്കറിയില്ല. കാരണം അറിയാത്ത ഇനി എത്ര ഉണ്ടെന്ന് എനിക്കറിയാൻ പറ്റില്ലല്ലോ. അറിയുന്നാലും നമുക്ക് പറയാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞിട്ട് അവസാനം ബാക്കിയുള്ളവന്റെ ജീവിത പ്രശ്നങ്ങളും പ്രയാസങ്ങളും വന്ന സമയത്ത് ആവുന്നത് ആ പീഡിയ പോയാണ്ട് കാല് പിടിച്ച് കരഞ്ഞാൻ പറഞ്ഞു. ഇപ്പോഴത്തെ ഫോണിൽ അതിന്റെ വീഡിയോ ഉണ്ട്. കരഞ്ഞാൻ പറഞ്ഞു, ദയവ് ചെയ്ത് പറയിപ്പിക്കരുത്, ഞങ്ങൾക്ക് ജീവിക്കണം. ആയ കാലത്ത് ഒരുപാട് കളിച്ചു കൂട്ടിയിട്ട് സാധി. എന്നിട്ട് അവസാനം ആവുന്നത് ഞാൻ പറഞ്ഞു, ദയവ് ചെയ്ത് പറയിപ്പിക്കരുത്, ഞങ്ങൾക്ക് ജീവിക്കണം, ഞങ്ങൾ ജീവിതത്തിലേക്ക് എത്താൻ. 30 വയസ്സായി എനിക്ക്, 27 വയസ്സായി. പക്ഷെ സതി അന്ന് ചെയ്ത് അന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഗൾഫ് പോകാനാണ് 24ാമത്തെ വയസ്സിൽ എനിക്കൊരു ചാൻസ് കിട്ടിയപ്പോ പന്നിക്കോട്ടുള്ള വല്യമ്മനും ഓരോ കുറ്റം പറഞ്ഞാണ്ട് ഓരോ ഗൾഫിലാണ് പോണത്, അതിനോട് പോണ്ടാന്ന് പറഞ്ഞാണ്ട് അത് മുടക്കി. പക്ഷെ അതേമാതിരി തന്നെ ഈ ഗൾഫ് പോയി കഴിഞ്ഞപ്പോ അതിന് ഒരുപാട് കുറ്റങ്ങൾ പറഞ്ഞു. എന്തുകൊണ്ട് രണ്ടുപേരും ഈ ഗൾഫിൽ നിർത്തി പോകുന്നു? എനിക്ക് പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായിട്ടാണ്. അന്ന് ഏറ്റവും കൂടുതൽ സന്തോഷിച്ച വ്യക്തിയാണെന്ന് അറിയോ? സതിയാണ്. കാരണം സതി അതിന് മുന്നേ പറയുന്നുണ്ട് എല്ലാവരോടും, സതിനോട് പറയാതെയാണ് നമ്മൾ ഇത് മുഴുവൻ ചെയ്തത്. പിന്നെ അതുമല്ല, എന്നോട് പറഞ്ഞിട്ടുണ്ട് ഈ എന്നെ 2 ചരടും വെച്ച് വാപ്പിക്കാൻ സമ്മതിക്കില്ലാന്ന്. ഇപ്പൊ ഒരുപാട് ആളാണ് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പഠിച്ചു പോകുന്ന സമയത്ത്, ഞാൻ ഈ സതിനെ നിയന്ത്രിക്കുന്ന സമയത്ത് എന്നോട് പറഞ്ഞിട്ടുണ്ട് പല കാര്യങ്ങളും.
പിന്നെ അതേപോലെ കോമളയുടെ ബാബുവിനെ വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ കൊടുക്കുന്നൊരു സ്വഭാവം ഉണ്ടെങ്കിൽ പറഞ്ഞു. കോമളയുടെ ബാബു ഒരു ദിവസം എന്റെ മോശം കഥ കൊടുത്ത് ഇറങ്ങിപ്പോയി. അപ്പൊ തന്നെ എനിക്ക് കാര്യം മനസ്സിലായി എന്താണെന്ന്. ഇതൊന്നും നമുക്ക് മനസ്സിലാവാത്ത കാര്യമൊന്നുമല്ല. ഇന്റെ പുറകെ വന്നിട്ട് ഇന്റെ പുറകെ ഇന്റെ മോശം കഥ വരുന്ന ഇറങ്ങിപ്പോയി. അത്രയും കാലം നോക്കിയോണേ. ഇതിലൊക്കെ എന്തെങ്കിലും ഒന്നും ഉണ്ടാവുന്നുള്ള മനസ്സിലാക്കുന്ന ബോധം ഇത്രയും ഭക്തതയുടെ ഇടയിൽ എനിക്ക് നന്നായിട്ട് അറിയാം. ഇതൊന്നും ഇല്ലാത്തല്ല പറയുന്നത്. പിന്നെ ബാബു ഈ വൈക്ക് വന്നിട്ടുമില്ല. അതാണ് ഏറ്റവും വലിയ രസം. പിന്നെ വൈക്ക് വന്നിട്ടില്ല. ഞാൻ അവനോടൊന്നും ചോദിക്കാനും പോയിട്ടില്ല, പറയാനും പോയിട്ടില്ല. ഞാൻ സാധാരണ ഇവിടെ വരുന്നേക്കാളും ഞാൻ 7 ആകുമ്പോൾ വീഡിയോ കൂട്ടി വരികയാണ്. അതിന്റെ മുന്നേ ആയിട്ട് ഞാനൊന്ന് ഒരു 5:30 ഞാനായിട്ട് വന്നതാണ്. കുറച്ച് നേരത്തെ വരണമെന്ന് വെച്ചാൽ അവിടെ വന്നതാ. അപ്പൊ ഓണ്ട് ഇവിടെ കുത്തിരിക്കുന്നു. അത് കഴിഞ്ഞ് പിറ്റേന്ന് ഞാൻ അതേമാതിരിയായിട്ട് വന്നപ്പോൾ ഓണോട് ഇറങ്ങി പോകുന്നു. അതിന് ശേഷം പിന്നെ ഒക്കാലത്രയും ഇവിടെ വന്നിട്ടുണ്ട്. ഉള്ളതാ പറയുന്നത്, നടന്നതാ. ഇല്ലാത്തതാണെങ്കിൽ വാദിച്ചോട്ടെ, ഇല്ലാത്തതാണെങ്കിൽ പറയട്ടെ. ഇല്ലാത്തതാണ് പറയുന്നത്. ഇല്ലാത്ത ഒന്നല്ല പറയുന്നത്, ഉള്ളതാണ് പറയുന്നത്. എന്നിട്ട് ഇപ്പൊ ബാക്കിയുള്ളവന്റെ കുറ്റം പറയലും ബാക്കിയുള്ളവന്റെ ജീവിതം നശിപ്പിക്കലാണ് മെയിൻ പരിപാടി, കലാപരിപാടി. എന്നിട്ട് ഓളി എന്തിനാ ഓളി എന്താ പറഞ്ഞു? നമ്മളെ ജോലി കയറിയായിട്ട് നമ്മൾ നല്ല രീതിയിലായി കഴിഞ്ഞാൽ സതീനെ നമ്മൾ വീട്ടിലെടുക്കും. സതീനെ നമ്മൾ നിയന്ത്രിക്കും. ആ പേര് സതിക്കുണ്ട്. അതേപോലെ സതീനെ നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ സതിയായിട്ട് ബന്ധമുള്ള ആണുങ്ങൾക്കും ഉണ്ട്. കാരണം സതീനെ തോന്നിയ അവരുടെ തോന്നിയ സതീനെ കിട്ടണമെങ്കിൽ നമ്മൾ ഒരിക്കലും നമ്മൾ നല്ല രീതിയിൽ എത്തരുത്. നമ്മളെന്നും കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കണം. കാരണം എന്നാലും നമ്മൾ സതീനെ നമ്മളോട് എപ്പോഴും വളർന്ന് വളർത്തിങ്ങാണ്ട് അപ്പൊ മുഖം വീർപ്പിച്ചങ്ങ് നിൽക്കാം. ഇപ്പൊ നിക്കണ ഈ ഒരു നിപ്പന്നങ്ങ് നിന്നേ ഇതൊന്നും നമുക്കാർക്കും മനസ്സിലാവുന്നില്ല. പക്ഷെ ഇത് മുഴുവൻ ഞാൻ സമൂഹത്തിന് മനസ്സിലാക്കും. ഞാൻ കാരണം സമൂഹത്തിനോട് പറഞ്ഞു നടക്കുന്ന ഇതൊന്നും വേണ്ട. ഇത് മുഴുവൻ ഞാൻ സമൂഹത്തിന്റെ മുന്നിൽ ഞാൻ തെളിയിക്കാൻ പോവാണ്. കാരണം സതി എന്താണെന്നുള്ളത് ഇനി ലോകം അറിയണം. ഇത്രയും കാലം അറിഞ്ഞിട്ടില്ല. കാരണം വെച്ചിട്ട് ഇത്രയും കാലം ഞാൻ പോലും എന്റെ തള്ളയെ കുറിച്ച് ഒരാളോട് ഞാൻ മോശം വർത്താനം ഞാൻ പറഞ്ഞിട്ടില്ല. ഒരാളോട് പോലും. കാരണം അതിന്റെ നാണക്കേട് സ്വന്തം മക്കൾക്കാന്ന് വിചാരിച്ചു. പക്ഷെ സതി കളിച്ച് മക്കളെ കൊല്ലാൻ കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം വേറൊന്നല്ല, സതി മക്കളെ കൊല്ലാൻ കളിച്ചിട്ടില്ലെങ്കിൽ സതി മക്കളെ കൊല്ലാൻ കൂട്ടു നിൽക്കാണ്. കണ്ട നായ്ക്കളെ കൂടെ കൂട്ടു നിൽക്കാണ്. കാരണം അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് കഴിഞ്ഞ ജനുവരിയിൽ സതിനോട് നമ്മുടെ കുടുംബത്തിലെ പ്രശ്നം ചർച്ച ചെയ്തപ്പോ ആദ്യം പോയിട്ട് ഞാൻ കരഞ്ഞ് കാല് പിടിച്ച് ഞാൻ വീഡിയോ പറഞ്ഞു. ഭാസ്കര വൈദ്യരോട് സതിനോട് ഞാൻ പറഞ്ഞു, കരഞ്ഞ് കാല് പിടിച്ചാണ് ഞാൻ പറഞ്ഞത്, ദയവ് ചെയ്തിട്ട് നിങ്ങളെ തോന്നിയാൽ കുറച്ച് നിർത്തി. എന്നിട്ട് അത് കഴിഞ്ഞ് വീട്ടിൽ നമ്മൾ ചോദ്യം ചെയ്തപ്പോ അങ്ങോട്ടും ഇങ്ങോട്ട് കച്ചറുണ്ടായപ്പോ പിന്നെ വന്നത് എന്താണെന്നറിയോ? വക്കീൽ നോട്ടീസ്. പിന്നെ വന്ന വക്കീൽ നോട്ടീസാണ്. പീഡനത്തിന്, സ്ത്രീ പീഡനം, ഗൃഹപീഡനം, എന്തൊക്കെ പീഡനങ്ങൾ കൊടുക്കണം അത് മുഴുവൻ കൊടുത്തിയാൽ വക്കീൽ നോട്ടീസ് അതായിരിക്കും നമ്മളെ ഒതുക്കാൻ വേണ്ടി. അതിന് ഒരുപാട് സതീന്റെ വാഴാത്തന്മാര് സതീനെ കൊണ്ടുവന്ന് ഉണ്ടാക്കുന്നവന്മാരും ആയിട്ടുള്ള സതീന്റെ സകല മറ്റവന്മാര് കൂട്ടുന്നുള്ളൂ. അതുകൊണ്ടാണ് ഈ ധൈര്യം കിട്ടിയത് സ്വന്തം മക്കൾക്കെതിരെ കേസ് കൊടുക്കാൻ. എന്നാലും അവിടെ മക്കളുടെ ജീവിതം നശിക്കണം, മക്കൾ കോടതി പോകണം, മക്കൾ ജയിലിൽ കൊടുക്കണം. ഇത് മാത്രമാണ്. ഞാൻ പിന്നെ ചെയ്യും. ആ ഞാൻ ഫോൺ കിട്ടില്ല മോളെ. അവിടെ ഞാൻ മെനു തരണം. പിന്നെ ഞാൻ പിന്നെ ഈ വീട്ടിലേക്ക് വിളിക്കുന്നതാണ്. ഞാൻ വിളിച്ചത് മഴയിൽ പോയില്ലായിരുന്നു. മഴ കണ്ടൊന്നുമില്ല. ഞാൻ പറഞ്ഞോ പറഞ്ഞോ അവിടെ വന്നിട്ടുണ്ടോ? തൊഴിലൊക്കെ തുടങ്ങിയോ? സ്വയം തൊഴിൽ പരിപാടി കൈവരുന്നുണ്ടെങ്കിൽ നീരജ് പറയുന്നുണ്ടോ?